ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്നത് ആ ഒരു ആയത്തിന്റെ ആ ഒരു ഇസ്തിഗ്ഫാറിന്റെ അദദ 2375. ഈ 2375 ചെല്ലാൻ വേണ്ടി നമ്മൾ മാലെടുത്താൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മടിയും പോലത്തെ ഒരു സംഗതി ഉണ്ടാവും. എങ്ങനെ ഇനി ഇത് എപ്പോഴാണാവോ ചെല്ലിത്തീരുക? ചില സ്വലാത്തുകളുണ്ട്. ആ സ്വലാത്തുകൾ ചില മശായിഖന്മാര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്വലാത്ത് 1,00,000 ചൊല്ലി കളി കുട്ടികളെ. അപ്പൊ ആ അവസ്ഥ തവഖുഫുൽ ഹാൽ എന്നൊരവസ്ഥ ചിലപ്പോൾ കണ്ണേർ കൊണ്ടും മറ്റും വരും. തവഖുഫുൽ ഹാൽ പറഞ്ഞാൽ ഒരു നിൽപ്പ്, അങ്ങോട്ട് പോവില്ല ഇങ്ങോട്ട് പോവില്ല. ഹിന്ദുക്കൾ അതിന് ശനിദശ എന്ന് പറയും. അങ്ങനെ ശനി പിടിച്ചു ഏതാണ് ശനിയാണ്. നമ്മൾ ശനിയിലേക്ക് പോകണ്ട. ഇപ്പൊ തവഖുഫുൽ ഹാലിനെ പറ്റി ബഹുമാനപ്പെട്ട ഇമാം ബൂനിയെ പോലത്തെ മഹാന്മാർ റഹ്മത്തുള്ളാഹി അലൈഹിം അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മംബഉ ഉസൂലുൽ ഹികമിൽ പോലെയുള്ള കിതാബുകളിലൊക്കെ തവഖുഫുൽ ഹാലിനെ പറ്റി പറഞ്ഞു. തവഖുഫുൽ ഹാൽ പറഞ്ഞാൽ ചേഞ്ച് ആവൂല, ഒരു മടുപ്പ് പോലെ ചേഞ്ച് ആവൂല. فمحمدنا هو سيدنا فالعز لنا لإجابته الله والله والله والله. യഥാർത്ഥ കാമിലായ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅ. അല്ലാഹു ആ മാർഗ്ഗത്തിന് നമ്മൾ ഉറപ്പിച്ചു. ബാക്കി അവരെ കാര്യം അല്ലാഹു തീരുമാനിക്കും. നമുക്ക് അവരെ പറ്റി അറിയില്ല. നമ്മളെ പരിശുദ്ധ സത്യദീൻ, മുത്തുനബി പഠിപ്പിച്ച സത്യദീൻ എന്ന് പറഞ്ഞാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅ. ആ അഹ്ലു സുന്നയുടെ ആളുകൾ ഇമാം ഷാറാനി ഒരു വാക്ക് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട്. ആ ഇമാം ഷാറാനിയെ നമുക്ക് തന്നത് അലിയുൽ ഖവാസാണ് റളിയല്ലാഹു. എന്താ അലിയുൽ ഖവാസിന്റെ പണി? അങ്ങനെ ഫുട്പാത്തിലിരിക്കുക. അതിൻ്റെ അർത്ഥം ഫുട്പാത്തിൽ പോയിരുന്നാൽ ഔലിയപ്പാപ്പയാവുന്നാണോ? അങ്ങനെ വിചാരിക്കണം. അങ്ങനെയൊക്കെ കുറേ പൊട്ടത്തരം നമ്മളെ നാട്ടിലൊക്കെ പറ്റിയിട്ടുണ്ട്. ചില സാലിഹ്യങ്ങളായ ഔലിയാക്കന്മാർ കള്ളിത്തുണി എടുക്കും. അപ്പോൾ കുറേ ആളുകൾ കള്ളിത്തുണിമ കൂടുന്നതും ഇടയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു വിചാരിച്ച് കള്ളിത്തുണി എടുത്താലാണ് വലിയാകാന്ന്. അതൊക്കെ പൊട്ടത്തരത്തിൻ്റെ അവസാനത്തെ പൊട്ടത്തരം. ചില ഔലിയാക്കന്മാർ അലക്കാത്ത തോർത്തുമുണ്ട് തോളു കൂടി ഇടും. ഈ അടുത്ത കാലത്ത് അങ്ങനത്തെ ഒരു നാടകവും ഞാൻ കണ്ടു. അലക്കാത്ത തോർത്തുമുണ്ടിട്ട് നടക്കണ കുറച്ച് ആളുകൾ. പോലെ വിചാരം തോർത്തുമുണ്ടുമിലാണ് വിലായത്ത് നടക്കുന്നതാണ്. വിലായത്ത് തോർത്തുമുണ്ടുമിലും അല്ല, ഫുട്പാത്തിലും അല്ല, ഇനി കാറിലും അല്ല. കാറിനേക്കാൾ വലിയ പെരുങ്കാറ് റോൾസ് റോയ്സിൽ യാത്ര മാത്രമേ ചെയ്യൂ ഒരു വലിയെങ്കിൽ വലിയ അല്ലാതാവൂല. കക്കൂസും കുഴിയിലാണ് ഇറങ്ങി നിൽക്കുന്നത് എന്നതുകൊണ്ടും ഒരു വലിയ അല്ലാതാവൂല. മനസ്സിലായില്ല? കക്കൂസും കുഴിയിലാണ് നിൽക്കുന്നത് എന്നതുകൊണ്ട് വലിയ അല്ലാതാവൂല. റോൾസ് റോയ്സ് എന്ന് പറഞ്ഞാൽ കോടാനക്കോടി പൈസ കൊടുത്ത് ഉണ്ടാവാങ്ങണതാ. ആരെ കയ്യിലാണ്? എണ്ണപ്പെട്ട ആളുകളെ കയ്യിലേ ഇപ്പോൾ ലോകത്തുള്ളൂ. ബ്രിട്ടീഷ് രാജകുമാരിമാർക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ബ്രിട്ടൻ രൂപകൽപ്പന ചെയ്തതാണ് എന്ത്? റോൾസ് റോയ്സ്. മനസ്സിലാവണില്ലേ നിങ്ങൾക്ക്? നിങ്ങളിൻ്റെ കൂടെ അല്ലേ പറയും? മനസ്സിലാവണില്ലേ? ആ റോൾസ് റോയ്സിലേ യാത്ര ചെയ്യൂ എന്നതുകൊണ്ട് വലിയ അല്ലാതാവൂല. അവിടെ ഒന്നുമല്ല വിലായത്ത് കിടക്കണത്. അവിടെ ഒന്നല്ല വിലായത്ത് കിടക്കണം. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് ചേർത്ത് നമുക്ക് ലേശം ഒന്ന് പരിശോധിക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾക്ക് വലിയ മൂഢത്തരം പിണിഞ്ഞു പോയി. മൂഢത്തരം എന്താണ്? ഈ മൂഢത്തരത്തിൻ്റെ അസല് കാരണം ഒന്ന് പഠിക്കൂല, ഒന്ന് ഇറങ്ങി നോക്കൂല, ഒന്ന് ആലോചിക്കൂല, ഒന്ന് ചിന്തിക്കൂല, ഒന്നോട് ചിന്തിക്കൂല. നമ്മൾ താഴത്തേക്ക് ഇറങ്ങി ആലോചിക്കൂല. അതുകൊണ്ട് നമുക്ക് വലിയ ആപത്ത് സംഭവിച്ചു. എന്തേ? അഖിലിൽ കേറേണ്ടത് കേറിയില്ല, അപ്പോൾ കേറണ്ടാത്തത് കേറി. ആൾക്കൂട്ടമുള്ളടത്തൊക്കെ നമ്മളും പോയി നിന്നു. ആൾക്കൂട്ടമല്ല ദീനിന്റെ മദാർ. ആൾക്കൂട്ടമല്ല ദീനിന്റെ മദാർ. ഇന്ന് ജനം ഓടുന്നത് ആൾക്കൂട്ടം ഉള്ളോടത്തേക്ക്. ആൾക്കൂട്ടം എവിടെയുള്ളത്? ഇപ്പൊ ഇന്ന് ആൾക്കൂട്ടം ഇന്നൊരാളെടുത്താണെങ്കിൽ അവിടേക്ക് പോയും. അതേ ആൾക്കൂട്ടം വേറെ സ്ഥലത്ത് പോയാൽ അവിടേക്ക് പോയും. അത് കഴിഞ്ഞ് വേറെ സ്ഥലത്ത് അങ്ങോട്ട് പോയും. അത് കഴിഞ്ഞ് വേറെ സ്ഥലത്ത് പോയാൽ അങ്ങോട്ട് പോയും. തന്നെ ആൾക്കൂട്ടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ ഓടുക മനുഷ്യർ, മുസ്ലിമീങ്ങൾ. ഇത് ഓടുന്നവർ ഓടിക്കോട്ടെ, ഇത് നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മുടെ സമുദായം ഇത്ര അഖിലില്ലാത്തൊരു ഖൗമാണ് എന്ന് അന്യർ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വേദനാജനകമായ കാര്യമാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പം നിങ്ങൾ കൂട്ടത്തിൽ പറഞ്ഞു പോയതാണ് ബഹുമാനപ്പെട്ട അലിയുൽ ഖവാസ് റളിയല്ലാഹുവിനെ പറ്റി, ഇമാം ഷാറാനിയെ പറ്റി. അപ്പം അവിടെ നിന്നല്ല കാര്യങ്ങൾ കിടക്കുന്നത്. വളരെ ചിന്തിക്കുക. മറാജി ആരാ? മറാജി എന്ന് പറഞ്ഞാൽ ഒരു സ്വർണ്ണ കച്ചവടക്കാരൻ, കർഷകൻ.
തുണിക്കച്ചവടക്കാരൻ, മറ്റു പല കച്ചവടക്കാരൻ. ഒരു അറിയപ്പെട്ട ആലിമാണോ? അല്ല. പിന്നെ ആരാണ്? ഒരു കച്ചവടക്കാരനാണ്. അത്ര തന്നെ. പക്ഷെ ഞാൻ മറാജിയെ പറ്റി ഞാൻ പഠിച്ചിടത്തോളം വലിയ വിലായത്തിൻ്റെ റുത്തുബയുള്ള ഒരു മഹാനാണ് മറാജി. വലിയ ആളാണ്. അല്ലാഹു തആല അവരുടെ ദർജയേറ്റി കൊടുക്കട്ടെ. വലിയ ആളാ, വലിയ ആളാ, വലിയ ആളാ. വിലായത്തിൻ്റെ അസ്ൽ എന്താ? എന്താണ് വിലായത്തിൻ്റെ അസ്ൽ? വിലായത്തിൻ്റെ അസ്ൽ എന്താ? വിലായത്തിൻ്റെ അസ്ൽ ദിക്റാണെന്ന് വിചാരിച്ചിട്ട് ദിക്റിൽ നിന്ന് ആളുകളുണ്ട്. പൊട്ടപ്പായിട്ടാണ്. നിന്റെ വേല ഇട്ടിട്ട് നാളെ മുതൽ ദിക്ർ നിർത്താൻ നിൽക്കണ്ട. പക്ഷെ വിലായത്തിൻ്റെ അസ്ൽ ദിക്റല്ല, ഒരിക്കലുമല്ല. വിലായത്തിൻ്റെ അസ്ൽ ദിക്റാണ്. എന്താണ് ഈ ദിക്ർ? ദിക്ർ എന്നാൽ തഅല്ലുഖു ഖൽബിൽ അബ്ദി ബിറബ്ബിഹി. ഇതിനാണ് ദിക്ർ എന്ന് പറയാം. ചെല്ലാം, ചെല്ലാതിരിക്കാം. ആ തഅല്ലുഖു ഖൽബിൽ അബ്ദി വതഅല്ലുഖു റൂഹിൽ അബ്ദി വതഅല്ലുഖു സിർരിൽ അബ്ദി ബിറബ്ബിഹി. ഇതന്നെ വിലായത്ത്. ഇതാണ് ഈമാൻ. അല്ലാഹു വലിയുല്ലദീന ആമനു. അത്ര ആളുകളെ അല്ലാഹു ഏറ്റെടുക്കും. ചില ആളുകൾ അല്ലാഹുവിനെ പറഞ്ഞ് ജീവിക്കും, ചില ആളുകൾ അല്ലാഹുവിനെ കൊണ്ട് ജീവിക്കും. അല്ലാഹുവിനെ കൊണ്ട് ജീവിക്കുന്നവർ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ. 921 ശേഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ അള്ളാഹ് എന്നാണ് പരസ്യമായി അള്ളാഹിന്റെ ആളുകളാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് വാദപ്രതിവാദം നടത്തിയത് വഹാബികളാണ്. അവരെ പോലെ അള്ളാഹുവിനെ തൊട്ട് അകന്ന ഒരു വിഭാഗം അടുത്തൊന്നും ഉണ്ടാവില്ല. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. വളരെ അകന്നു, വളരെ. അള്ളാഹിന്റെ ആരിഫീങ്ങൾ അവരെ പറ്റി പറഞ്ഞ വാക്കുകൾ ഞാൻ ഇവിടുന്ന് പറയൂല. പറഞ്ഞാൽ ഒരു വസ്വാസിനെ ഞാൻ ഭയപ്പെടുന്നു. ഒറ്റയ്ക്ക് വെച്ചാൽ പറയും, സ്വകാര്യം പറയും. CM വഹാബികളെ പറ്റി എന്ത് പറഞ്ഞു എന്ന് ഒരാൾ ഒറ്റയ്ക്ക് വെച്ചാൽ പറയാം. ഇതൊക്കെ സനദ് മുത്തസില കൃത്യം ഞാൻ പറഞ്ഞു. വഹാബികളെ പറ്റി എന്താണ് ശംസുലൈമാൻ പറഞ്ഞത്? അവരുടെ രഹസ്യമായ മുഹാവറകളിൽ എന്ത് പറഞ്ഞിരുന്നു എന്നും തൃപ്പഞ്ച് മുഹമ്മദ് മുസ്ലിയാർ എന്ത് പറഞ്ഞിരുന്നു എന്നും CM പോലത്തെ മഹാന്മാർ എന്ത് പറഞ്ഞിരുന്നു എന്നും കന്യാൽ അബ്ദുല്ലാ മൗല അവരെ പോലത്തെ മഹാന്മാർ അല്ലാഹുവിനൊക്കെ ദർജയേറ്റി കൊടുക്കട്ടെ. അതൊക്കെ അറിയുന്നവർക്കറിയും. അള്ളാഹുവിനെ തൊട്ട് ഏറെ അകന്നു പോയ വിഭാഗമാണ് വഹാബികൾ. പക്ഷെ ഒരു നാവിൽ അള്ളാഹ് എന്നാ പറയാ. ചിന്തിക്കുക. അപ്പൊ അള്ളാഹ് എന്ന് പറയൽ നല്ലതല്ലേ? നല്ലതാണ്. പക്ഷെ അതുകൊണ്ടൊന്നും വിലായത്തുണ്ടാവില്ല. എന്താ വിലായത്തുണ്ടാകല? വിലായത്തുണ്ടാകൽ എങ്ങനെ വിലായത്തുണ്ടാവുക? വിലായത്തുണ്ടാകൽ തഅല്ലുഖു ഖൽബിൽ അബ്ദി ബിറബ്ബിഹി ഫബിഹി യതഅല്ലഖു റൂഹുൽ ഖൽബി ബിറബ്ബിഹി വബിഹി യസ്ലു സിർറുൽ അബ്ദി ഇലാ റബ്ബിഹി. ഇതാണ് സത്യത്തിൽ വിലായത്ത്. വിലായത്ത് എന്നാൽ അല്ലാഹ് 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 എന്ന പരിശുദ്ധമായ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് അബ്ദിന്റെ ഖൽബ് ബന്ധിതമാവുക. ഈ ബന്ധിതമാവുക എന്ന് പറയലും ചെല്ലലും വ്യത്യാസമുണ്ട്. സത്യത്തിൽ ഇങ്ങനെ ചെല്ലും, ഇങ്ങനെയും ചെല്ലും. ഇങ്ങനെ ചെല്ലിയാൽ ചെല്ലൂല, ഇങ്ങനെ ചൊല്ലിയാൽ ചെല്ലാതിരിക്കൂല. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ഇങ്ങനെ ഒരു ചൊല്ലലുണ്ട്. ആ ചൊല്ലലിന് മടിയുണ്ട്, ആ ചൊല്ലലിന് തക്ലീഫുണ്ട്. ഉദാഹരണം പറയാ. യാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അതിന്റെ അഖല്ല് അദദ് 2375. പല തസൗഫിന്റെ ഇമാമിങ്ങളും ചില അമലുകൾക്ക്, ചില അദ്കാറുകൾക്ക് അതിന്റെ അദദ് വെച്ചിട്ടുണ്ട്. അത് അവർക്കുള്ള സിറ. ഇതൊരു ഉദാഹരണം പറഞ്ഞു. അൽ മിസ്ബാഹിലും മറ്റുമൊക്കെ കാണാം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്നത് ആ ഒരു ആയത്തിന്റെ, ആ ഒരു ഇസ്തിഗ്ഫാറിന്റെ അദദ 2375. ഈ 2375 ചെല്ലാൻ വേണ്ടി നമ്മൾ മാലെടുത്താൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മടിയും പോലത്തെ ഒരു സംഗതി ഉണ്ടാവും. എങ്ങനെ ഇനി ഇത് എപ്പോഴാണാവോ ചെല്ലിത്തീരുക?
ചില സ്വലാത്തുകളുണ്ട്. ആ സ്വലാത്തുകൾ ചില മശായിഖന്മാര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്വലാത്ത് 1,00,000 ചൊല്ലി കളി കുട്ടികളെ. അപ്പൊ ആ അവസ്ഥ തവഖുഫുൽ ഹാൽ എന്നൊരവസ്ഥ ചിലപ്പോൾ കണ്ണേർ കൊണ്ടും മറ്റും വരും. തവഖുഫുൽ ഹാൽ പറഞ്ഞാല് ഒരു നിൽപ്പ്, അങ്ങോട്ട് പോവില്ല ഇങ്ങോട്ട് പോവില്ല. ഹിന്ദുക്കൾ അതിന് ശനിദശ എന്ന് പറയും. അങ്ങനെ ശനി പിടിച്ചു ഏതാണ് ശനിയാണ്. നമ്മൾ ശനിയിലേക്ക് പോകണ്ട. ഇപ്പൊ തവഖുഫുൽ ഹാലിനെ പറ്റി ബഹുമാനപ്പെട്ട ഇമാം ബൂനിയെ പോലത്തെ മഹാന്മാർ റഹ്മത്തുള്ളാഹി അലൈഹിം അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മംബഉ ഉസൂലുൽ ഹിക്മിൽ പോലെയുള്ള കിതാബുകളിലൊക്കെ തവഖുഫുൽ ഹാലിനെ പറ്റി പറഞ്ഞു. തവഖുഫുൽ ഹാൽ പറഞ്ഞാല് ചേഞ്ച് ആവൂല, ഒരു മടുപ്പ് പോലെ ചേഞ്ച് ആവൂല, ഒരു വ്യത്യാസമില്ല, ഒന്നുമില്ല. കച്ചവടം അങ്ങനെ ചെയ്യുന്നുണ്ട്, ഏറിയില്ല കുറവില്ല, അങ്ങനെ പോവും. കച്ചവടം മാസത്തിൽ ഏത് മാസമാണെങ്കിലും ഒരു എന്തെങ്കിലും നഷ്ടം ഉണ്ടാവും. അത് അടുത്ത മാസം അങ്ങനെ തന്നെ, പിറ്റത്തെ മാസം അങ്ങനെ തന്നെ. അപ്പൊ ആളുകൾ പറഞ്ഞിട്ട് അവിടെ റമളാൻ സീസണാണ് വരുന്നത്, നിങ്ങൾ എന്നാ സാധനമൊക്കെ കൊണ്ടുവന്ന് വെച്ചാൽ കച്ചവടം കൂടും. അതും കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ടും തവഖുഫുൽ ഹാൽ തന്നെ. ഈ തവഖുഫുൽ ഹാൽ ചിലപ്പോൾ പിശാച് വഴി ഉണ്ടാവും, ചിലപ്പോൾ കണ്ണേർ വഴിയുണ്ട്, സിഹർ കൊണ്ടുണ്ടാവും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഇത്തരം രംഗത്ത് സിഹർ ബാത്തിലായിട്ടില്ലെങ്കിൽ പോലും അവസ്ഥ ചേഞ്ചാക്കാൻ വേണ്ടി ചില സ്വലാത്തുകൾ ചൊല്ലിയാൽ സിഹർ ബാത്തിലാവൂല, അതേ സമയത്ത് അവസ്ഥ ചേഞ്ചാവും. സിഹർ ബാത്തിലാകാൻ ഒന്നിരിക്കൽ മുരീദായ റബ്ബ് ഉദ്ദേശിക്കണം, അള്ളാഹുവിന്റെ ഇറാദത്ത് വരണം. അല്ലെങ്കിൽ എന്ത് വേണം? അതിനെ അള്ളാഹിന്റെ ഇറാദത്തോടു കൂടി എന്താണ് അതിനെ പണിയെടുക്കണം. അങ്ങനെയൊക്കെ ബാത്തില. അല്ലാഹു തആല എല്ലാ സിഹറിനെത്തൊട്ടും നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഏതായാലും ഒരു കാര്യം പറയാം, ഒരു സ്വലാത്ത് 1,00,000 സ്വലാത്ത് ചൊല്ലിയാൽ കച്ചവടത്തെ കാര്യങ്ങളൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ സ്വാഭാവികമായും ഉണ്ടാകും. അങ്ങനെയൊക്കെയുള്ളത് എനിക്ക് തജ്രിബുണ്ട്, എനിക്ക് മുജറബായ സംഗതിയാണ്. നമ്മളെ കാര്യങ്ങളിലൊക്കെ അമലുകളിൽ വരെ ഉണ്ടാവും. ചില അമലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യും. അപ്പം 3 റക്അത്ത് വിത്ർ നിസ്കരിക്കുന്ന ആൾക്ക് 5 റക്അത്ത് നിസ്കരിക്കണമെന്ന് തോന്നും, പക്ഷെ അത് ചെയ്യാൻ കഴിയുന്നില്ല, എന്തോ ഒരു പിടുത്തം പോലെ. ഇതൊക്കെ തവഖുഫുൽ ഹാല. 11 റക്അത്ത് പൂർത്തിയാക്കി ചെയ്യണമെന്നുണ്ട്, പക്ഷെ കഴിയണില്ല. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസപ്പെട്ടും ഈ ഇതൊക്കെ ചെയ്ത് ദുആ ചെയ്താൽ ഇതൊക്കെ ഒരു ഉദാഹരണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അള്ളാഹുവിൻ്റെ മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. എന്താ ഈ തവഖുഫുൽ ഹാൽ ഞാൻ പറയാൻ എന്താ കാരണം പറഞ്ഞത് വരെ? അതെ തന്നെ ഈ ഇത്തരം സംഗതി ഇപ്പൊ എന്താ പറയാ, അതിന് നമ്മൾ 1,00,000 സ്വലാത്ത് നേർച്ചയാക്കി ചെല്ലുകയാണെങ്കിൽ അത് ഏറ്റെടുത്താൽ തന്നെ നമ്മളെ ചിന്ത എന്താ ചിന്ത? അതെന്നെ തീരെ എന്നാണാവും എന്നാൽ ചില ആളുകൾ ഇതൊരു ഉപദേശം നടത്തിയപ്പോൾ ചോദിക്കും, ഞാനും പെണ്ണുങ്ങളും കുട്ടികളും കൂടി കൂടുന്നതിന് വിരോധമുണ്ടോ ഉസ്താദേ? അല്ല, ചെറുക്കിന് അവസാനം ഒരു ഉസ്താദേനും കൂടിയാണ് കൂട്ടിയാൽ നല്ല റാഹത്താവും. അങ്ങനെ ആയോ തെറ്റുണ്ട് ഉസ്താദേ, അങ്ങനെ ഉസ്താദേ, അങ്ങനെ ഉസ്താദേ എന്നൊക്കെ പറയും. തെറ്റൊന്നുമില്ല. പക്ഷെ അതേ സമയത്ത് എന്താ ഇയാളെ കാരണം? ഇതൊരു വലിയ ഒരു ജബലുൻ അളീമാണ് എന്നാണ് ഇയാളുടെ വിചാരം. നമുക്കൊക്കെ നമ്മളൊരാളെ ആക്ഷേപിക്കണ്ട, നമ്മളൊക്കെ അവസ്ഥ അങ്ങനെയാണ്. എന്തുകൊണ്ട്? നമ്മൾ ഇവിടുന്ന് ചെല്ലാണ്, അപ്പൊ ഒരു അധ്വാനാണ്. നേരെ മറിച്ച് ഇവിടുന്ന് ചൊല്ലുക എന്നുള്ളത് അധ്വാനല്ല, ഇത് ഇവിടുന്ന് തള്ളാണ്. അങ്ങനെയാണ്. അപ്പൊ ഈ മൈക്കൊക്കെ ഒരു കോളാമ്പി ഉണ്ടാവും, അല്ല അതിന്റെ എന്താ പറയാ, ഈ ബോക്സ് ഒറ്റക്ക് വയറു പറയുകയാണെങ്കിൽ ഇനി വലിയ ബുദ്ധിമുട്ടാണ്. ഇനി എവിടുന്നാണ് കിതാബ് വെക്കുക, എങ്ങനെ ഇപ്പൊ ഒക്കെ ഉണ്ടാക്കുക, വലിയ ഇടങ്ങേറായിരിക്കും. ഇതിനാക്കലും നുത്തുക്കൊക്കെ പടച്ചോൻ കൊടുത്താൽ തന്നെ നാളെ വയറു പറയാൻ വേണ്ടി ഇതിനെ ഏൽപ്പിച്ചാൽ അത് ബുദ്ധിമുട്ടും. ഇനിയിപ്പോൾ എവിടുന്നാണ് ആ കിതാബ് വെക്കുക? അങ്ങനെയൊക്കെ. നേരെ മറിച്ച് ഇങ്ങനെ തള്ളണത് പുറത്തേക്ക് തള്ളാൻ അതിനൊരു പ്രയാസമില്ല. എന്തുകൊണ്ട്? അത് അവിടുന്ന് ഒന്നും ഉണ്ടാണില്ല, ഇവിടെ നിന്നുള്ള പുറത്തേക്ക് തള്ള. ഇതാണ് ഇത്. ചില ദിക്ർ ഇവിടുന്ന് ഉണ്ടാക്കും, ചില ദിക്ർ ഇവിടുന്ന് ഉണ്ടാവും. ആ ദിക്ർ കൊണ്ട് വിലായത്തുണ്ട്. ആ ദിക്ർക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ വിലായത്തുണ്ട്. ആ ദിക്റിലേക്ക് ഉണ്ടായിട്ട് വിലായത്ത് ഉണ്ടാകണ്ട, ആ ദിക്റിലേക്ക് എത്തലാണ് എന്ത്? അതാ വിലായത്ത്. അതാണ് വിലായത്ത്. ഇതാ വിലായത്ത്. പിന്നെ അവർക്ക് ദിക്ർ ചൊല്ലാതിരിക്കാൻ കഴിയൂല. ചൊല്ലും വേണ്ട, ചൊല്ലണ്ട. ചൊല്ലാതിരിക്കലും ചൊല്ലലാവും. ഈശ്വരി അങ്ങാടിയിലെ പീടികയുടെ മുകളിൽ ഒരു മനുഷ്യൻ കാലിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കും. ഒരക്ഷരം ചൊല്ലണേ നമ്മൾ കേൾക്കൂല, നാവോ ചുണ്ടോ അനങ്ങളും കാണൂല, ഇങ്ങനെ ഇരിക്കും. നമ്മൾ അതിൻ്റെ അടിയിൽ പോയി നിന്നിട്ട് വെയിലും കൊണ്ട്
10,000 സ്വലാത്ത് നേർച്ചയാക്കി പോയതാണ്. മൂപ്പരൊന്നും ഇങ്ങോട്ട് നോക്കിയെങ്കിൽ നോക്കൂല. ചൊല്ലുന്ന നമ്മളെ മർത്തബന്ന് കയറൂല, ചെല്ലാത്തൊരു മർത്തബിന്ന് ഇറങ്ങൂല. ഇതൊക്കെ ഖൽബിന്റെ വ്യത്യാസമാണ്. വിലായത്തിന്റെ അടിസ്ഥാനം സഫാഉൽ ഖൽബാണ്, ഹൃദയത്തിന്റെ തെളിച്ചാണ്. അതിന് ദിക്ർ ആക്കം കൂട്ടും, പക്ഷേ അതിന്റെ മർമ്മം നിയ്യത്താണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഈ ദുനിയാവ് മുഴുവനും അവസാനിച്ചാലും പറഞ്ഞാൽ തീരാത്തൊരു ഹദീസാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. അത്ര കട്ടിയുള്ളൊരു ഹദീസ് എവിടെയാണ്? എല്ലാ മുഹദ്ദിസുകളും അവരുടെ കിതാബുകൾ തുടങ്ങിയത് ഈ ഹദീസ് വെച്ചിട്ടാണ്. എല്ലാം ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. അതേത് ഫിഖ്ഹിന്റെ കിതാബ് ഫത്വൽ മീനും ഒക്കെ എല്ലാം ഖാലിസത്തായ നിയ്യത്താണ് സഫാഉൽ ഖൽബിന് ആധാരം. ദിക്ർ ആക്കം കൂട്ടും, ചിലപ്പോൾ ചൊല്ലും, ചിലപ്പോൾ ചൊല്ലും. ചൊല്ലിയിട്ടില്ലെങ്കിലും അവര് ചൊല്ലിയവരാണ്, ചൊല്ലിയാലും ചൊല്ലിയിട്ടില്ലെങ്കിലും ചൊല്ലിയവരാണ്. അവരുടെ ഹുദൂർ തന്നെ മുബാറക്കായിരിക്കും. അവരുടെ ഹുദൂർ ദുആഇന്റെ ഇജാബത്തിന് സബബാവും. നമ്മുടെ ചൊല്ലൽ ചിലപ്പോൾ സബബാവുകയും ഇല്ല. എന്തുകൊണ്ട്? ഇതിന്റെ അർത്ഥം ചൊല്ലിയാൽ ഉത്തരം കിട്ടൂല എന്നല്ല. നമ്മൾ പലപ്പോഴും ചൊല്ലിയാൽ ഉത്തരം കിട്ടിക്കൊള്ളണമെന്നില്ല. അവർ ചൊല്ലണ്ട, അവരെ ഹുദൂർ തന്നെ സബബാവും. എന്തുകൊണ്ട്? അവരുടെ ഖൽബിന്റെ ശുദ്ധീകരണം അത്ര വലുതായിരിക്കും. ഈ ശുദ്ധീകരണം എന്നാൽ എന്താണ് ഖൽബിന്റെ ശുദ്ധീകരണം? ഖൽബിന്റെ ശുദ്ധീകരണം ഒരൊറ്റ കാര്യമാണ്. ഖൽബ് റബ്ബിന്റെ ദിക്റിൽ ലയിക്കുന്നതിനാണ് ഖൽബിന്റെ ശുദ്ധീകരണം എന്ന് പറയാം. അതന്നെ. പിന്നെ അവർക്ക് യാതൊരു ചിന്തയുമില്ല. എന്നാൽ എല്ലാ ചിന്തയും ഉണ്ടാവും ചെയ്യും, പക്ഷെ ഒരു ചിന്ത അവർക്ക് ഉണ്ടാവില്ല. അള്ളാഹുവിനെ ബന്ധപ്പെടാത്ത ഒരു ചിന്ത അവർക്ക് ഉണ്ടാവില്ല. നല്ല ചിന്ത ഉണ്ടാവും. ഔലിയാക്കന്മാർ കച്ചവടം ചെയ്യൂലേ? കച്ചവടം ചെയ്യും. ഔലിയാക്കന്മാര് കച്ചവടം ചെയ്യുമ്പോൾ തർക്കിക്കും. വലിയാണ് കച്ചവടം ചെയ്യണേ. എത്ര? 5 റുപ്യ. കച്ചവടക്കാരനായ വലിയ പറഞ്ഞു 5 റുപ്യ. മറ്റേ പറഞ്ഞു 3 റുപ്യൊക്കെ വരുമോ, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതി, നീ അടച്ചോ. ഇതാര് പറയാ? പറയേ വലിയ പറയാ. നിങ്ങൾ 4 തിരിയും കാക്ക, 5 കൊടുക്കുള്ളൂ, പശു കുടിക്കാം. എന്തുകൊണ്ട്? അതിന് സിറുണ്ടാവും. 4.90 വാങ്ങിയതിരിക്കും. മനസ്സിലായോ? വെറുതെ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? കച്ചവടം ചെയ്യാം, തർക്കിക്കാം. പ്രത്യക്ഷത്തിൽ ഭൗതികവാദിയായി തോന്നിയേക്കാം. പിന്നെ ഔലിയാക്കൾക്കൊരു പൊതു സ്വഭാവമുണ്ട്, അവർക്കൊരു ഹുമൂലിയത്തുണ്ട്. എന്താ ഹുമൂലിയത്ത്? അവർക്കുള്ള വിലായത്ത് വെളിവാക്കാൻ അവർ ഉദ്ദേശിക്കൂല, പ്രത്യേക കാരണം ഉണ്ടെങ്കിലല്ലാതെ. എന്തെങ്കിലും ഒരു പ്രത്യേക കാരണം ഉണ്ടെങ്കിൽ വിലായത്തിന് വെളിപ്പെടുത്തും, സാധാരണ വിലായത്തിന് വെളിപ്പെടുത്തും. എന്നിട്ട് അവരെന്ത് ചെയ്യും? അവരാ ഹുമൂലിൽ അങ്ങനെ കഴിഞ്ഞു, ആരും അറിയില്ല. വലിയാണ് കച്ചവടം ചെയ്യും, പലതും ചെയ്യും. മദ്രസ ജോലിയും സ്കൂളിൽ ജോലിയും കച്ചവടത്തിൽ ജോലിയും കച്ചവടത്തിൽ എടുത്തു കൊടുക്കുന്ന ആളായിരിക്കും. ഇങ്ങനെ ആക്കട എന്തും ചെയ്യും. അവർ വെള്ളം കോരുന്ന പണിയെടുക്കും, അവർ വിറക് വെട്ടിയുടെ പണിയെടുക്കും. പക്ഷേ ചെറിയ കുഞ്ഞുമോളാണ്, 9 വയസ്സുകാരി റാബിയ. ബാപ്പാന്റെ 4ാമത്തെ മകൾ റാബിയ. അജബി ഗോത്രത്തിലെ പെൺകുട്ടിയാണ് റാബിയ. ഉപ്പാക്ക് 4ാമത് ജനിച്ച കുട്ടിയാണ് റാബിയ. അവർ തന്നെയാണ് അൽ അഖീറ, അവസാനത്തെ കുട്ടിയും റാബിയ തന്നെയാണ് റളിയല്ലാഹു അൻഹ. ചെറുപ്പകാലത്ത് പാപ്പ മരിച്ചു. ഷത്തുൽ അറബില് ഒരു തോണി ഉണ്ടായിരുന്നു. ആ തോണി വാടക കൊടുത്തിട്ട് ആ കുടുംബത്തിന് ഉപജീവനം. ആദ്യം ബാപ്പ തോണി കുത്തിയിരുന്നു, പിന്നെ ബാപ്പക്ക് വയ്യാതായപ്പോൾ തോണി വാടക കൊടുക്കാൻ. പിന്നെ ഉമ്മ ഒരു സാലിഹത്തായ സാത്വികയായ ഉമ്മ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല, ബാപ്പാക്ക് പോകാനും വയ്യ. അപ്പം എന്ത് ചെയ്യും? ഈ ചെറിയ കുട്ടിയെ പറഞ്ഞേക്കും തോണിക്കടവിലേക്ക്. അവരോട് വല്ല വാടക ആയിട്ടുണ്ടെങ്കിൽ തരാൻ പറയും. ഒരാൾ വാടക കൊടുക്കൂല, കാരണം ഒന്ന് തണ്ട ഒന്നും നോക്കൂല. പിന്നെ ആൺകുട്ടികൾ നോക്കാനോട്ട് ഇല്ല. അപ്പം എന്ത് ചെയ്യും? അങ്ങോട്ട് പോകും. ഒരു മൂളലെങ്ങനെ കേൾക്കാം. റാബിയ അങ്ങോട്ട് പോകുമ്പോൾ മൂളും. എന്താണ് ഈ റാബിയ മൂളുന്നു? പിന്നീട് ആ ലോകത്തിന് മനസ്സിലായത്. റളിയല്ലാഹു അൻഹു. പിന്നെ എന്ത് ചെയ്ത്? പിന്നെ ബസ്രയിൽ നാട് വിട്ടു. ബാപ്പ മരിച്ചു. ബാപ്പ മരിച്ചപ്പോൾ ബാപ്പ ചോദിച്ചു, മക്കളെ ഞാൻ മരിച്ചാൽ എങ്ങനെ ജീവിക്കും? അള്ളാന്റെ ഖദറും കൊണ്ട് ജീവിക്കും, അള്ളാന്റെ ഖദർ അനുസരിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഭക്ഷണമില്ലാതെ സഹിക്കാൻ കഴിയും എന്ന് ചോദിച്ചു. അപ്പോൾ ഉമ്മ പറഞ്ഞ്, ഏറ്റവും താഴെയുള്ള
നിങ്ങളുടെ നുത്ഫത്തിന് ഒരു വിലയുണ്ടാകും. നിങ്ങളെ ഏറ്റവും താഴെയുള്ള കുട്ടിയാണ്, അത്രയും വലിയ സ്വാലിഹായിരുന്നു ഈമാൻ. നിങ്ങളെ ഏറ്റവും ചെറിയ കുട്ടിയായ റാബിയ പറയട്ടെ, റാബിയ അന്ന് 8 വയസ്സായ പാവപ്പെട്ട കുട്ടിയാണ്. റാബിയ പറയട്ടെ, ബാപ്പ മരിച്ചാൽ പട്ടിണി നടന്നാൽ ക്ഷമിക്കാൻ കഴിയോ? അപ്പൊ റാബിയ പറയട്ടെ. റാബിയ പറഞ്ഞു, ഉപ്പ മരിച്ചു പോയിട്ട് നരകത്തിൽ ക്ഷമിക്കുന്നതിനേക്കാൾ നല്ലത് ദുനിയാവിൽ പട്ടിണി ക്ഷമിക്കലല്ലേ. ബാപ്പ കരിഞ്ഞു, ആ ബാപ്പ മരിച്ചു. അതാണ് റാബിയ. റളിയല്ലാഹു അൻഹ പറഞ്ഞാളി, അല്ലാഹ് ആരാ റാബിയ? ആരാ റാബിയ റളിയല്ലാഹു അൻഹ? റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു. അങ്ങനെ റാബിയ നഷ്ടപ്പെട്ടു. അന്ന് റാബിയക്ക് 8 വയസ്സ്. ആ കുട്ടിയുടെ മനസ്സിലേക്ക് ചിന്തിച്ചു നോക്ക്. റാബിയ കരഞ്ഞു? ഇല്ല. റാബിയക്ക് അല്ലാഹുവിൽ അചഞ്ചലമായ വിശ്വാസം. 8 വയസ്സായ കുട്ടി. കച്ചവടക്കാർ വന്നിട്ട് ഈ കുട്ടിയെ അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിറ്റു. ഒരു ക്രൂരനായ മുസ്ലിമായ ഒരു യജമാനൻ വാങ്ങി. എന്നും പണിയെടുപ്പിക്കും, പകലും പണിയെടുപ്പിക്കും. 9 വയസ്സായ കുട്ടിയെ പണിയെടുപ്പിക്കും. ഒരു പണി നാട്ടിൽ നിവർത്തിക്കാൻ കഴിയൂല. അങ്ങനെ പണിയെടുപ്പിക്കും. അങ്ങനെ കുട്ടി പണിയെടുക്കും, കഷ്ടപ്പെട്ട് പണിയെടുക്കും. ഒരു ദിവസം രാത്രി യജമാനൻ എണീറ്റു. നോക്കുമ്പോൾ അടിമപ്പെണ്ണായ ജാരിയത്തായ അടിമപ്പെണ്ണിന്റെ റൂമിൽ നിന്നൊരു കുസുകുസു കേൾക്കുന്നു. 9 വയസ്സാണെങ്കിലും സുന്ദരിയായ കുട്ടിയാ. അപ്പോൾ യജമാനന് തോന്നി, ഇപ്പോൾ ആരുമില്ലാതെ ഏതെങ്കിലും വല്ല വേലക്കാരോ മറ്റോ ഈ റൂമിൻ്റെ ഉള്ളിൽ കയറിയോ? സ്വാഭാവികമായും. അപ്പോൾ റൂമിന് ഒരു വെടിപ്പഴുതുണ്ട്. ആ വെടിപ്പഴുതിലൂടെ അങ്ങനെ നോക്കുമ്പോൾ മുറിയുടെ ഉള്ളിൽ പ്രകാശിക്കുന്നുണ്ട്. ഈ കുട്ടി പറയാ, റബ്ബേ, ഒരു നേരം എനിക്ക് സൗകര്യമില്ലാത്തത് കൊണ്ടാണ്, ഞാനൊരാൾ അടിമയായി പോയത് കൊണ്ടാണ്. അല്ലെങ്കിൽ നിനക്ക് സുജൂദിൽ നിന്ന് തലവലിക്കാൻ എനിക്കിഷ്ടമില്ല. എന്നെ പടച്ച് നിന്റെ മുന്നിൽ സുജൂദിൽ തന്നെ കിടക്കാനാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ നേരം കിട്ടുന്നില്ലല്ലോ പടച്ചവനെ, അതുകൊണ്ടാണ് എൻ്റെ സുജൂദ് കുറഞ്ഞു പോകുന്നത്, മാപ്പാക്കണമേ എന്ന് പറഞ്ഞ് കരയാ കുട്ടി. ഇതാണ് കുശു. യജമാനൻ റൂം മുട്ടി വിളിച്ചു തന്റെ ഭാര്യയും കുട്ടി. എന്നിട്ട് പറഞ്ഞു, പെണ്ണേ, ഇന്ന് മുതൽ സ്വതന്ത്ര സ്ത്രീയാണ്, സ്വതന്ത്രാക്കിയിട്ടുണ്ട്. എന്നെ ഞാൻ കൈവശം വെക്കൂല. നിനക്ക് ഇവിടെ പാർക്കാം, എവിടെയെങ്കിലും പോകാം. അപ്പോഴത്തിന് നാടാകെ ശുഹറത്ത് വരുന്നു. ആ 9-ാം വയസ്സിൽ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഖൽഖുൻ കസീർ അങ്ങോട്ട് കൂടി. അതാണ് ലോകം കണ്ട സൂഫിയത്തായ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ. ഇഷ്കിൻ്റെ ത്വരീഖത്താണ്. എല്ലാ ത്വരീഖത്തും ഖൗഫാണെങ്കിൽ റാബിയയുടെ ത്വരീഖത്ത് ഇഷ്കാ, പ്രേമം. പ്രേമം. രാജാവ് റാബിയനെ കെട്ടാൻ ആഗ്രഹിച്ചപ്പോൾ രാജാവ് പറഞ്ഞു, ഒന്നും വേണ്ട റാബിയ, നിങ്ങൾ എൻ്റെ ഭാര്യയായ മതി. എനിക്ക് പരലോകത്ത് അല്ലാഹുവിനോട് പറയാലോ, ഞാൻ റാബിയൻ്റെ ഭർത്താവാണ്. ഒന്നും ചെയ്യണ്ട, നിങ്ങൾ എൻ്റെ കിടപ്പറയിൽ വരണ്ട, നിങ്ങൾ ഈ ഒരു ഇംഗിതത്തിനും വഴിപ്പെടണ്ട, ഒന്നും നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾക്ക് എൻ്റെ ഭാര്യയാണ് സമ്മതിച്ച് നിങ്ങൾ പുറത്തു. അപ്പോൾ പറഞ്ഞേ, ശരി, ഒന്നും ചെയ്യണ്ട, ഞാൻ സമ്മതിച്ചു. പക്ഷേ ഭർത്താവിനെ പ്രേമിക്കൽ ഭാര്യക്ക് നിർബന്ധമല്ലേ? അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അല്ലാത്ത ഒരാളെ പ്രേമിക്കാൻ എൻ്റെ കൽബിൽ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് രാജാവെ മാപ്പാക്കണം എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. ഇതാണ് ചിന്തിക്കുക. അവർ അള്ളാഹിനെ കൊണ്ട് ജീവിക്കുക, അള്ളാഹിനെ പറഞ്ഞു ജീവിക്കല്ല. അള്ളാഹിനെ കൊണ്ട് ജീവിക്കുക, അള്ളാഹിനെ പറയൽ ഒരു സുഖമാണ്. പക്ഷേ അള്ളാഹ് കൽബിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള കാര്യമല്ല. അത് സുഖമാകും, അബദിന് കാണുന്നവർക്ക് സുഖം ഉണ്ടാവില്ല. അള്ളാഹ് കൽബിലുണ്ടായാൽ, അള്ളാഹ് പുറത്തുണ്ടായാൽ എല്ലാ സുഖങ്ങളും കിട്ടും. അള്ളാഹ് കൽബിലുണ്ടായാൽ സുഖം തീരെ ഉണ്ടാവില്ല. നല്ലോണം ശ്രദ്ധിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. നല്ലോണം ചിന്തിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എന്തുകൊണ്ട്? അള്ളാഹു കൽബിൽ കയറിയാൽ പിന്നെ ഹക്കല്ലാത്തൊരു കാര്യത്തിലേക്ക് തിരിയാൻ കഴിയില്ല. നാവിൽ അള്ളാഹ് ഉണ്ടെങ്കിൽ വരുമാനം ഉണ്ടാവും. കൽബിൽ അള്ളാഹ് ഉണ്ടെങ്കിൽ വരുമാനം പോവും. വഹാബിയുടെ കുടുംബത്തിൽ നിന്നാണ് പുതിയാപ്പിള വരുന്നത് എന്ന് അറിഞ്ഞു. അപ്പോൾ അന്ന് മടവൂരിലെ ഖാദിയും മുദരിസുമാണ് CM വലിയുള്ള റഹ്മത്തുള്ളാഹി അലൈഹി ദർജ അല്ലാഹു ഏറ്റി കൊടുക്കട്ടെ. അപ്പോൾ പറഞ്ഞു അതായത് ചെക്കൻ്റെ വാപ്പാക്കും മറ്റൊക്കെ ചെറിയ വഹാബി ചായവുണ്ട്. അപ്പോൾ പറഞ്ഞാൽ നിക്കാഹ് ഞാൻ ചെയ്ത് കൊടുക്കൂല. അപ്പോൾ പറഞ്ഞു അങ്ങനെ അത്ര വലിയ വഹാബിയൊന്നുമല്ല,
ചെറിയതേ ഉള്ളൂ, ഇന്നേനും പറ്റൂല. പക്ഷേ നിക്കാഹ് നാട്ടുമൂപ്പന്റെ കുടുംബത്തിലെ പെൺകുട്ടിയെയാണ്. തർക്കം മൂട്ടു, നിക്കാഹിനോടത്തില രാജിവെച്ചു. മടവൂരിലെ കാളിസ്ഥാനം ഇന്ന് മടവൂരിൽ കിടക്കുന്ന മടവൂർ എന്ന മഹാൻ രാജിവെച്ചത് ഹക്ക് കൽബിലുള്ള. മടവൂരിന്റെ പേര് വായുകൊണ്ട് പറയാൻ ഹക്ക് കൽബിൽ വേണ്ട ആവശ്യമില്ല, അതൊരു വരുമാനമാണ്. മടവൂരിന്റെ പേരിൽ നമുക്ക് ജീവിക്കാം, പക്ഷെ മടവൂരിന് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. മടവൂർ അള്ളാഹിനെ കൊണ്ട് ജീവിക്കാം. അവർക്ക് വലിയ പ്രയാസം ഉണ്ടാവും. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ പറയും. നിങ്ങൾ ഏതായാലും എന്നെ വിളിച്ചില്ലേ, കുറച്ച് നേരങ്ങൾ എന്നെ ക്ഷമിക്കും. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. ഇത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഹക്ക് എന്ന് പറഞ്ഞാൽ അതന്നെ, അവര് ഹക്കിനെ ജീവിക്കും, ബാത്തിൽ അവരെ അംഗീകരിക്കും. അതിനെതിരായി ഒന്നും അവർ ചെയ്യൂല. നിസ്കാരത്തിലെ റക്അത്ത് കൂടാം കുറയാം, നിസ്കാരത്തിന്റെ റക്അത്ത് കൂടാം കുറയാം. 1000 റക്അത്ത് 1000 സുജൂദ് ചെയ്ത വലിയും ഉണ്ട്, ഫർള് മാത്രം നിസ്കരിച്ച വലിയും ഉണ്ട്. അങ്ങനെയുണ്ട്. മനോഹരമായി കൃത്യമായി തജ്വീദ് അനുസരിച്ച് ഓടാൻ കഴിയുന്ന ഖാരിഇങ്ങളായ ഔലിയാക്കന്മാരും ഉണ്ട്. ഫാത്തിഹ സൂറത്തിൽ പിഴവ് പറ്റിയ ഔലിയാക്കളും ഉണ്ട്. അങ്ങോട്ടുമുണ്ട്. ഒരു വലിയ ഒരു ആലിമായ മനുഷ്യനെ, ഒരു മുറബിയായ ഒരു ഷെയ്ഖിനെ കാണാൻ പൂട്ടി. ഞാൻ എൻ്റെ മനസ്സ് നൂർത്തെടുത്ത് പറയാം. താരീഖ് കിതാബൊക്കെ കിട്ടും, കണ്ട താരീഖ് വായിക്കുക. ഒരു വലിയ ഒരു ആലിമായ ഒരാൾക്ക്, ആലിമാണ് അദ്ദേഹത്തിന് മുറബിയായ ഷെയ്ഖൻ. അപ്പോൾ അദ്ദേഹത്തിന് സ്വപ്ന ദർശനം ഉണ്ടായി. ഇന്നാലിന്ന സ്ഥലത്ത് ഒരു കുടിൽ കെട്ടിയിട്ട് മരുഭൂമിയുടെ നടുവിൽ പാർക്കുന്ന ഒരാളുണ്ട്, അയാളാണ് ഷെയ്ഖ്. അപ്പോൾ അയാൾ പോയി അവിടെ എത്തി. മഗ്‌രിബിനായി എത്തിയത്. മഗ്‌രിബിനെത്തി ചെന്ന് ഇനി മഗ്‌രിബ് നിസ്കരിച്ച് സംസാരിക്കാന്ന് പറഞ്ഞു. മഗ്‌രിബിന് വേണ്ടി അങ്ങനെ ഒന്നു കൊടുത്തു വന്നു. അങ്ങനെ വലിയരോട് ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ വലിയ ഷെയ്ഖല്ലേ, വലിയ മഹാനല്ലേ, അവരെ മുന്നിൽ ഇമാമത്ത് നിൽക്കാൻ ഉസ്താദ് മടിച്ചു. അപ്പോൾ അവരോട് തന്നെ ഇമാമത്ത് പറഞ്ഞു. അങ്ങനെ ഈ ഷെയ്ഖുൽ മശായിഖായ ഈ വലിയായ ഈ മഹാൻ ഇമാമത്ത് നിന്നു. മുദരിസായ ആലിമ ബാക്കിൽ നിന്നു. ഫാത്തിഹ സൂറത്തുൽ ബിസ്മി മുതൽ വലല്ലാഹിം വരെ തെറ്റ്. അപ്പോൾ ഇയാൾക്ക് ഇങ്ങനെ തോന്നി, എന്ത് പഠിച്ചോനെ, എത്ര വെയിൽ കൊണ്ടു, എത്ര മരുഭൂമി താണ്ടി, എങ്ങനെയാണ് ബുദ്ധിമുട്ട്, ഈ ജാതി ഫാത്തിഹ സൂറത്ത് വരെ കിട്ടാത്ത ഒരാളടുത്തേക്കാണല്ലോ ഞാൻ വന്നുപോയത്. അങ്ങനെ ഏതായാലും ആ രാത്രി ഇനി തിരിച്ചു പോകാൻ നിർവാഹവും ഇല്ല. എന്തുകൊണ്ട് മരുഭൂമിയാണ്. ഏതായാലും ഇപ്പം നേരം വെളുക്കുന്നവരെ ഇയാൾ എന്ത് പറഞ്ഞാലും, എന്ത് കുളൂസ് പറഞ്ഞാലും കേൾക്കാലോ എന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ കൂടി. മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ ഉടനെ ഷെയ്ഖിനോട് പറഞ്ഞു, ഞാൻ ക്ഷീണിതനാണ്, എനിക്കൊന്ന് കുളിച്ചാൽ തിരക്കില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞു, അവിടെ കുറച്ചാണ് പോയാൽ മതി. അവിടെ ചെറിയൊരു വെള്ളം കിട്ടുന്ന ഒരു മരുഭൂമിയിൽ ഒരു മരുപ്പച്ചുണ്ട്, അവിടെ കുറച്ചുകൊണ്ട് പോയാൽ കിട്ടും. അവിടെ അതിൻ്റെ മരുപ്പച്ചൻ്റെ കരിയിൽ കുറച്ച് വൃക്ഷങ്ങളും മറ്റൊക്കെ ഉണ്ട്, അവിടെ വെള്ളമുണ്ട്, അവിടുന്ന് കുളിക്കലാണ് ഞാൻ സ്ഥിരമുള്ളത്, ഞാൻ അവിടെ പോയി കുളിച്ചോന്നോളിന്നാണ്. കുളിക്കാൻ വേണ്ടി മയ്യിരിട്ടില്ല, ഇയാളെ പറഞ്ഞയച്ചു. ഇയാൾ പോയിട്ട് കുറച്ച് ദൂരം പോയിട്ടേ ഉള്ളൂ. പാഞ്ഞിട്ടുണ്ട് തിരിച്ചു വരുന്നത്. ഞാൻ വയ്യിലിട്ടൊരു സിംഹം അങ്ങനെ ജട പിടിച്ചു നിൽക്കുന്ന വലിയ സിംഹം, ഞാൻ പാഞ്ഞതാണ്. സിംഹങ്ങളെ പേടിപ്പിച്ചോ? പേടിപ്പിച്ചു. എന്നാ വരും. വലിയ ഇറങ്ങി സിംഹത്തിൻ്റെ സിംഹത്തോട് പറഞ്ഞ്, ഇന്റെ ലുയൂഫ് ഇവിടെ വരും, എന്റെ അതിഥികൾ ഇവിടെ വരും, അവരെ പേടിപ്പിക്കരുത്. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, ഞാൻ നിനക്ക് വേണ്ട റിസ്ക് നിശ്ചയിച്ചു തന്നിട്ടില്ലേ, നിന്റെ വിരുന്നാരി പേടിപ്പിക്കണ പണിയാണോ എന്ന് ഒരൊറ്റ ശബ്ദിക്കൽ, ഒരൊറ്റ ഒച്ചടൽ. ആര്? ഷെയ്ഖ്. അപ്പോൾ ഫഹറബഹു, പാലൊക്കെ അങ്ങനെ ആട്ടി സിംഹം എല്ലാം പോകും. അപ്പോൾ മൂപ്പർക്ക് കാര്യം മനസ്സിലായി, ഇനി വർത്താനം വരേണ്ട ആവശ്യമില്ല. അതിൻ്റെ അർത്ഥം ഫാത്തിഹ സൂറത്ത് ശരിയാക്കാത്തൊന്നുമല്ല, അങ്ങനെയും വന്നേക്കാം. വായത്ത് മാഫിൽ ബാബ്, അങ്ങനെയും വരാം. മുരീദിനെ ദർസ് നടത്തുന്ന പണിയാകാം, ഷെയ്ഖ് ആറ്റിടയനാകാം, അങ്ങനെയാവാം. അങ്ങനെയൊക്കെ വരാം. ഇതിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ സഫാഉ ഖൽബിൽ അബ്ദി വതഅല്ലുഖു ഖൽബിൽ അബ്ദി ബിറബ്ബിഹി. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് തൗഫീഖ് കൊടുത്താൽ അയാൾ വിലായത്തിന്റെ റുത്ബയിലെത്തും. അയാൾക്ക് അല്ലാഹു തആല തുറന്നു കൊടുക്കും. ഞങ്ങൾക്ക് ഒരു പൊതു കാര്യം പറഞ്ഞു തരാം. അള്ളാഹുവിൻ്റെ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയതല്ല, ഒരാൾക്കും തുറക്കാൻ കഴിയില്ല. അള്ളാഹു വിചാരിച്ചാലല്ലാതെ വാതിൽ തുറക്കൂല. അള്ളാഹുവിൻ്റെ വാതിൽ ഒരാൾക്കും
പുറത്തുനിന്ന് ഒരു മനുഷ്യൻ തുറക്കാൻ കഴിയാത്ത വിധത്തിൽ അകത്തുനിന്ന് പൂട്ടപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ വാതിൽ. അള്ളാഹുവിൻ്റെ വാതിൽ അള്ളാഹു തന്നെ തുറക്കണം. അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ. അള്ളാഹു തുറക്കണം, അള്ളാഹു തന്നെ തുറക്കണം. അതുകൊണ്ടാണ് അവൻ ഫത്താഹാണ്, അവൻ ഫത്താഹ്. ആർക്ക് തുറക്കണം തുറക്കരുത് എന്നവർക്കറിയാം. ആർക്ക് തുറക്കണം ആർക്ക് തുറക്കരുത് എന്നറിയും. അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല, പഠിച്ചത് കൊണ്ട് കാര്യമില്ല. ഡോക്ടർ പൽപ്പു വലിയ പഠനം നേടി വലിയ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു പഠിപ്പിസ്റ്റായി വലിയ പഠിപ്പ് തിരുവിതാംകൂർ രാജാവിൻ്റെ അടുത്തേക്ക് പോയി വലിയ പഠിപ്പ് നേടിച്ചെന്നു. അങ്ങനെ തിരുവിതാംകൂർ രാജാവിൻ്റെ മുഖം കാണിച്ചപ്പോൾ പറഞ്ഞു, തെങ്ങമ്മക്കാരൻ്റെ പണി ഇവിടെ ഉണ്ട്, അതിന് വേണമെങ്കിൽ പോയിക്കോ. തിരിഞ്ഞില്ല. ഈഴവനാണ് ആര്? പൽപ്പു. ഈ പഠിപ്പുകൊണ്ട് അവിടെ വാതിലോർക്കൂല. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ഒരു ഉദാഹരണം പറഞ്ഞതാ. പൽപ്പു എന്ന് പറഞ്ഞാൽ ഇന്ത്യ കണ്ട തത്വചിന്തകന്മാരിൽ, രാഷ്ട്രീയ തത്വചിന്തകന്മാരിൽ പകരം വെക്കാൻ ഇല്ലാത്ത ആളുകളിൽപ്പെട്ട ഒരാളാണ് ഡോക്ടർ പൽപ്പു. നിങ്ങൾ ചിന്തിക്കണം. വാതിലോർന്നില്ല. അവിടുത്തെ മാനദണ്ഡമല്ല ഇവിടെ മാനദണ്ഡം. ഇവിടുത്തെ മാനദണ്ഡം എന്താ? അല്ലാഹു അബ്ദിന് തുറന്നു തരണം, അല്ലാതെ അബ്ദിന് സ്വയം തുറക്കാൻ കഴിയേയില്ല. അല്ലാഹു ആർക്ക് തുറക്കണമെന്ന് അല്ലാഹുവിനെ അറിയാലോ. അല്ലാഹു എല്ലാം ഒഴിയുമല്ലേ. അതിനെന്ത് വേണം? അതിന് അവൻ്റെ കൽബ് അവൻ നന്നാക്കണം. അതിന് കൽബ് നന്നായി കിട്ടണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിന് ചില വസായിലുകൾ ഞാൻ പറഞ്ഞുതരാം, നമുക്കൊക്കെ ജീവിതത്തിൽ പകർത്താൻ. നീ അള്ളാൻ്റെ അടുക്കൽ വാസിലാവണമെങ്കിൽ അത് ഉറപ്പന്നെയാണല്ലോ. അത് ഉറപ്പല്ലേ? പുറത്ത് കഴുകിയത് കൊണ്ട് നമ്മളത് സ്വീകരിക്കൂലല്ലോ. പുറത്ത് കഴുകിയത് കൊണ്ട് നമ്മൾ സ്വീകരിക്കൂലല്ലോ. ഓരോന്നിനും അസിലല്ലേ പ്രധാനം. കോളാമ്പി വാങ്ങിക്കൊണ്ടുവന്നു അങ്ങാടിയിൽ നിന്ന്. കോളാമ്പി അങ്ങാടിയിൽ നിന്ന് കൊണ്ടുവന്നു, പുതിയ കോളാമ്പി. അതിൻ്റെ കൂടെ അല്ലേ? അങ്ങാടിയിൽ നിന്ന് കോളാമ്പി വാങ്ങിക്കൊണ്ടുവന്നു. നല്ല 1-ാം നമ്പർ വോട്ടിൻ്റെ പിച്ചളയുടെ നല്ല 1-ാം നമ്പർ സ്റ്റീലിന് എങ്ങനെ നമുക്കിങ്ങനെ നോക്കി നമ്മളൊക്കെ മുഖം കാണാം. ആ ജാതി കോളാമ്പി കൊണ്ടുവന്നു, ഉപയോഗിച്ചിട്ടില്ല. അങ്ങനത്തെ കോളാമ്പി കൊണ്ടുവന്നപ്പോഴാണ് ഉമ്മ നല്ല പായസമൊക്കെ വെച്ച് ഇങ്ങനെ റായത്തായി നിൽക്കുക. അങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ പറഞ്ഞു. മറ്റേ മകന് വെച്ചു, ഇങ്ങനെ ഒഴിച്ചു ഇവിടെ വെച്ചു കൊടുത്തു. ഇവ നോക്കുമ്പോൾ ക്ലാസ്സില്ല. അപ്പം നമ്മൾ വേഗം എടുത്താണ് ഒരു അന്തള്ളോ കാണിച്ചു കൊടുക്കുമോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ ആവോ? എന്നാൽ അയൽക്കാലം വരെ ആരെങ്കിലും തുപ്പിയിട്ടുണ്ടോ? ഒന്ന് പറയും മനുഷ്യന്മാരെ. ഇല്ല. ആദ്യം അതിന്റെ അവലും അമ്രില്ല. നേരത്തെ ആ കൊളാമ്പിയിൽ ആരും തുപ്പിയിട്ടില്ല. പക്ഷേ അത് സാധനം എന്താ? അത് കൊളാമ്പിയ. കോളാമ്പിഞ്ഞ് കൊണ്ടുവന്ന് ഇവന് ഇതിൽ കുടിക്കാമെന്നുണ്ടായാലും ഉമ്മാനടുത്ത് കാട്ടിയാൽ ഞാൻ ഉണ്ടാക്കിയ പായസയിൽ പരൂലാജി വണ്ടി വിട്ടോന്നു. അതിന് കുടിക്കാൻ ഇവനുണ്ടാവും. ഇപ്പം വലിയ തിന്നാവുമായിരിക്കും. ഇവന് ക്ലാസ് കിട്ടുന്നതിന് മുമ്പ് ഇവൻ്റെ അനുജന്മാരും ഏട്ടന്മാരും പായസം തീർക്കുമെന്നുള്ള പേടിയിൽ വേഗം ഉണ്ടാക്കുക, കോളാമ്പി കാട്ടി കൊടുക്കാം. എന്നാലും ഉമ്മ എന്ത് പറയും? ഞാൻ ഉണ്ടാക്കിയ പായസം അതിൽ പാരാളല്ലാന്ന്. ഒന്നിനും കണക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ മാരിഫത്ത് എവിടെ ഇറക്കണമെന്ന് അറിയുന്നവൻ, ഏറ്റവും അറിയുന്നവൻ അല്ലാഹു തന്നെയാണ്. അപ്പം എന്ത് വേണം? അതിനാധാരമായ ചില കാര്യങ്ങളെ നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്കത് എളുപ്പമായി കിട്ടും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.